ഡിവൈഎഫ്ഐ ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിലെന്തെങ്കിലും തെറ്റുണ്ടോ പറയാൻ? ഇപ്പോൾ ഡിവൈഎഫ്ഐ ആശുപത്രികൾ പൊതിച്ചോറ് കൊടുക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അതിൽ ആരും തെറ്റ് പറഞ്ഞത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം എന്താണ്? ആരോഗ്യമന്ത്രിയായിട്ടുള്ള മുരളീധരൻ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നു, ആ, ഇനി ആശുപത്രികൾ ആരും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ കൊടി വെച്ചുകൊണ്ടോ ബാനർ വെച്ചുകൊണ്ടോ ആരും പൊതിച്ചോറ് കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ആലപ്പുഴ ആശുപത്രിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ വിവാദങ്ങൾ ആദ്യം ഉടലെടുക്കുന്നത്. അവിടെ പാർട്ടി മുഴുവൻ, അത് നമുക്കറിയാം, ഡിവൈഎഫ്ഐക്കാർ പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടി വരുന്നു. അത് അവരൊരു പരസ്യം കൂടിയാണ്. ഞങ്ങൾ ഒരു സംഘടനയാണ്, ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ എപ്പോഴും പൊതിച്ചോറ് കൊടുക്കുന്ന ആളുകളാണ്. നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഓരോ ആശുപത്രികളിലും, ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്ന് നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കറിയാം അവിടെയുള്ള ആളുകൾ. അപ്പോൾ അവർ കയ്യിൽ ₹1 പോലും ഇല്ലാത്ത മനുഷ്യരായിരിക്കും. അവരെ സംബന്ധിച്ച് ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരം, ഒരു പൊതിച്ചോറാണെങ്കിൽ പോലും, അവിടെ സൗജന്യമായിട്ട് ആഹാരമൊക്കെ ഉണ്ട് കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർക്ക്. ഇപ്പോൾ നമുക്കറിയാം, മെഡിക്കൽ കോളേജിലേക്ക് 1-2 പേരായിരിക്കത്തില്ല. അപ്പോൾ ഒരു രോഗിയോടുകൂടി ഒരു ബൈസ്റ്റാൻഡർ മാത്രമായിരിക്കത്തില്ല, അവിടെ വീട്ടുകാരും മറ്റാളുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ആഹാരം വാങ്ങിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇത്തരത്തിൽ ഒരുപാട് പൊതിച്ചോറ് കൊടുക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ഇപ്പോൾ ഡിവൈഎഫ്ഐ മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉണ്ട്, പല സംഘടന, അതേപോലെ തന്നെ ക്ലബ്ബുകൾ, അങ്ങനെ പല സംഘടനകൾ, ജീവകാരുണ്യ പ്രവർത്തനം നടക്കുന്ന എല്ലാ സംഘടനകളും ഇത്തരത്തിൽ സൗജന്യമായിട്ട് ആഹാരം കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഡിവൈഎഫ്ഐ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ നാട്ടിലുള്ള എല്ലാ വീടുകളിലും, അത് കോൺഗ്രസ് എന്നോ CPM എന്നോ BJP എന്നോ ഇല്ലാതെ എല്ലാ വീടുകളിലും പോയി ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ്, അവർക്ക് അവരുടെ രാഷ്ട്രീയം പറയാൻ കിട്ടുന്നൊരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളാണ് ഇന്ന് ഈ ഹോസ്പിറ്റലിലേക്ക് പൊതിച്ചോറ് കൊടുക്കുന്നത്, അതുകൊണ്ട് അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്ന പൊതിച്ചോറ്, ഞങ്ങൾക്ക് തരാൻ കഴിയുന്ന പൊതിച്ചോറുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി വെക്കും, ഞങ്ങൾ രാവിലെ വന്നെടുത്തോളാം എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് ഓരോ വീടുകളിലേക്കും കയറി ചെല്ലാനുള്ള കൃത്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അതിന് പറ്റിയ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് പൊതിച്ചോറ് കൊടുക്കുക എന്ന് പറയുന്നത്. ആ പൊതിച്ചോറ് ആ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ദിവസവും കാണുമ്പോൾ ആ ഡിവൈഎഫ്ഐയിൽ ഇന്ന പയ്യൻ വന്ന് പൊതിച്ചോറ് വാങ്ങിച്ചുകൊണ്ട് പോയി, അവരെ സംബന്ധിച്ചും നല്ല കാര്യമാണ്. അപ്പോൾ ഇതിലൊന്നും രാഷ്ട്രീയപരമായിട്ട് അവർക്ക് കൃത്യമായിട്ട് മൈലേജ് കിട്ടുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് പൊതിച്ചോറ് കൊടുക്കുന്നത്. ഇതെവിടെയാണ് വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മന്ത്രി പറഞ്ഞത്, ഇപ്പോൾ ആലപ്പുഴയാണെങ്കിൽ പോലും അവിടെ വലിയ കുടില് കെട്ടി വെച്ചിട്ട് വലിയ ബാനറുകളും വലിയ ഫ്ലെക്സുകളും എല്ലാം വെച്ച് ഇത് പൊതിച്ചോറ് കൊടുക്കുന്ന പോയിൻ്റാണ്, ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് കൊടുക്കുന്ന പോയിൻ്റാണ് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലെ ഭാഗങ്ങൾ കയ്യേറിക്കൊണ്ട് വലിയ രീതിയിൽ കുടില് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെയാണ് മന്ത്രി കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഹോസ്പിറ്റൽ ആരും കയ്യേറേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ കൊടിതോരണങ്ങളോ ഫ്ലെക്സുകളോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഫുഡ് കൊടുത്തിട്ട് പോകാം, അതിലൊരു തെറ്റുമില്ല. അപ്പോൾ മന്ത്രി പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ഇടങ്ങളിലും രാഷ്ട്രീയമുണ്ട്, പക്ഷേ പൊതു ഇടങ്ങളിൽ രാഷ്ട്രീയം പരമാവധി മാറ്റി നിർത്തും. അപ്പോൾ സ്കൂളുകൾ, അതേപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, ഇവിടെ എല്ലാം വിഷമകരമായിട്ട് വരുന്ന ആളുകളാണ്. ഇവിടെ രാഷ്ട്രീയപരമായിട്ട് എല്ലാത്തിനും രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ പൊതിച്ചോറ് അവർക്കൊരു ആക്ഷേപമായിട്ട് പലയിടങ്ങളിലും അവർക്കെതിരെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിന്താ ജെറോമിൻ്റെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു. ബൈറ്റല്ല, മാധ്യമങ്ങളുടെ മുന്നിൽ ഇപ്പോൾ 3 പാർട്ടികളും കൂടെ സംസാരിക്കുന്ന വേളയിൽ കൊല്ലം മെഡിക്കൽ കോളേജ്, കൊല്ലം ഹോസ്പിറ്റലിൽ മരുന്നില്ലാത്തൊരു വിഷയം ഒരാൾ ഉന്നയിക്കുകയാണ്. അവിടെ പാരസെറ്റാമുള്ള IV സെറ്റില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ, നിങ്ങൾ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? കൊല്ലത്ത് ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് ഞങ്ങൾ, പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് ഞങ്ങൾക്കറിയാത്ത കാര്യമാണോ നിങ്ങൾക്കറിയാവുന്നത് എന്നുള്ള രീതിയിൽ പൊതിച്ചോറിനെ പറ്റി പറയുന്നൊരു കാര്യമുണ്ടായി. അതേപോലെ തന്നെ വലിയ രീതിയിൽ വിവാദമാകുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വായിൽ നിന്നും പൊതിച്ചോറുമായിട്ടൊരു വിഷയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ പൊതിച്ചോറ് രാഹുൽ മാങ്കൂട്ടം ജയിലിൽ കിടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കൊണ്ടുകൊടുക്കാൻ, പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐക്കാർ വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ പൊതിച്ചോറിനെ എത്ര കണ്ട് മാർക്കറ്റ് ചെയ്യാമോ അത്രയും കണ്ട് മാർക്കറ്റ് ചെയ്ത് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമായിട്ടാണ് ഡിവൈഎഫ്ഐ പൊതിച്ചോറിൻ്റെ പരിപാടി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഗുണമനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആശുപത്രികൾ, ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലെ അല്ലെങ്കിൽ സർക്കാർ ഹോസ്പിറ്റലുകളിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയം പാടില്ല എന്നതൊരു ഔചിത്യ മര്യാദയാണ്. അവിടെ മന്ത്രി എന്താണ് ഉദ്ദേശിക്കുന്നത്? മന്ത്രി ആദ്യം തന്നെ, ഇപ്പോൾ നമുക്കറിയാം, ആരോഗ്യമന്ത്രിയായിട്ട് മുരളീധരൻ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ആരോഗ്യ മേഖല മൊത്തത്തിൽ
പാളിച്ച നടക്കുന്നൊരു സാഹചര്യത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള മുരളീധരന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നല്ല മന്ത്രിമാർ, അതായത് ഈ 2 മാസക്കാലം കൊണ്ട് നല്ല രീതിയിൽ ഭരണ മികവ് കാഴ്ചവെച്ച മന്ത്രിമാരിൽ ഒരാൾ തന്നെയാണ്. അത് നമുക്ക് സംശയമൊന്നും പറയാൻ കഴിയില്ല. കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മുരളീധരൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം അധികാരത്തിൽ വന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞത് ഇവിടെ ഇനി രാഷ്ട്രീയപരമായിട്ടുള്ള മീറ്റിങ്ങുകൾ ആശുപത്രികൾ, ഇപ്പോൾ കൊടി പിടിക്കാൻ പോകുന്നവർ കൊടി പിടിച്ചു പോവുക, പണിയെടുക്കാൻ വരുന്നവർ പണിയെടുത്തിട്ട് പോവുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാട്. ആ നിലപാടിൽ തന്നെയാണ് മുരളീധരൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ആശുപത്രിയിൽ നിങ്ങൾക്ക് ആഹാരം കൊടുക്കണോ? കൊടുക്കാം, ഒരു തെറ്റുമില്ല, ഒരു കുഴപ്പവുമില്ല. പക്ഷേ അവിടെ കുടില് കെട്ടി വലിയ ഹോസ്പിറ്റലിൽ കയ്യേറി അവിടെ ബാനർ വെച്ച് ഫ്ലെക്സ് വെച്ച് കൊടിതോരണങ്ങൾ കൊണ്ട് നിറച്ച് ഒരു പോയിന്റ് ഉണ്ടാക്കി ആ പോയിന്റിൽ നിങ്ങൾ കൊണ്ടുവന്ന് വലിയ ഫ്ലെക്സുകൾ കെട്ടി ഇതാ പൊതിച്ചോറ് വേണോ അമ്മേ, പൊതിച്ചോറ് വേണോ എന്ന് പറഞ്ഞ് വരുന്ന ആളുകൾക്കെല്ലാം കൊടുക്കുന്നൊരു രീതിയുണ്ട്. ഇത് അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് ചോറ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുക. അതിന് ഒരു കൊടിയുടെയോ ഒരു ഫ്ലെക്സിൻ്റെയോ ഒരു ബാനറിൻ്റെയോ ആവശ്യമില്ല. നിങ്ങൾക്ക് സഹായം ചെയ്യണോ? നിങ്ങൾക്ക് ഈ രീതിയിൽ സഹായം ചെയ്യാം. നിങ്ങൾ പുറത്ത് കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. അതായത് ഹോസ്പിറ്റൽ കോമ്പൗണ്ടിന് പുറത്ത് എന്ത് വേണമെങ്കിലും ചെയ്തോ. ഫ്ലെക്സ് കെട്ടുകയോ ബാനർ കെട്ടുകയോ പൊതിച്ചോറ് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആശുപത്രി എന്ന് പറയുന്നത് സർക്കാർ സംവിധാനത്തിൽ പോകുന്നതാണ്. ആ ആശുപത്രി ആ ഒരു മന്ത്രി പറയുന്നത് കേൾക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ തെറ്റുകുറ്റങ്ങൾ വിശദീകരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മന്ത്രി കൃത്യമായിട്ട് പറയുന്നുണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കും. അതായത് സർക്കാരിൻ്റെ വക കമ്മ്യൂണിറ്റി കിച്ചണുകൾ, അതിന് കൃത്യമായിട്ട് ആളുകളുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുമെന്നാണ് മന്ത്രി പറയുന്നത്. അല്ലാതെ അവരെ ഒഴിപ്പിക്കണമെന്നോ അവരെ കൊണ്ട് പൊതിച്ചോറ് കൊടുപ്പിക്കാതിരിക്കണമോ അങ്ങനെയൊന്നും അല്ലല്ലോ പറയുന്നത്. നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യും. കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കിയതിന് ശേഷം ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾ എല്ലാ സംഘടനയും വിളിച്ചിരുത്തി ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് എല്ലാ കാലത്തും ഇപ്പോൾ ഒരേപോലെ ചെയ്യണം എന്ന് പറയുന്നത് ശരിയാണ്. അത് മാത്രമല്ല, അതേസമയം നമ്മുടെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവായ റഹീമിനോട് ഇതുപോലെ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പൊതിച്ചോറ് വിതരണത്തിനിടയ്ക്ക് എന്തിനാണ് നിങ്ങളുടെ കൊടി? അതായത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ല സേവനങ്ങൾ തന്നെയാണ്, നല്ല കാര്യങ്ങൾ തന്നെയാണ്, പൊതുജനങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് നിങ്ങൾ ഈ പൊതിച്ചോറ് വിതരണം എല്ലാം ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പാർട്ടി കൊടിയുമായി ഈ പൊതിച്ചോറ് വിതരണം നടത്തുന്നത് എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവായ റഹീമിന് പോലും ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് വരെ അറിയാം ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് നടത്താവുന്ന ഒരു ക്യാമ്പയിൻ ഈ ഒരു പൊതിച്ചോറിലൂടെ ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. ഈ പൊതിച്ചോറ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ്. അതിൽ ഒരു തെറ്റ് അത് വേറെ ഒന്നുമില്ല. അതിൽ കൃത്യമായിട്ട് രാഷ്ട്രീയമാണ്. പൊളിറ്റിക്കലി തന്നെയാണ് പൊതിച്ചോറ് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം മുണ്ടയ്ക്ക് ചൂരൽമല ദുരന്തമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ അവിടുത്തെ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ മറ്റൊരു ക്യാൻറ്റീൻ പോലെ സൗകര്യം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയപ്പോൾ അവർ സന്നദ്ധ സംഘടനയായിട്ടൊരു ക്യാൻറ്റീൻ ഉണ്ടാക്കിയപ്പോൾ അല്ലെങ്കിൽ ഭക്ഷണശാല ഉണ്ടാക്കിയപ്പോൾ അത് മൊത്തത്തിൽ പൊളിച്ചത് ആരാണ്? സർക്കാരാണ്. അപ്പോൾ ഇതിനു മുന്നുണ്ടായിരുന്ന സർക്കാരിനെ സംബന്ധിച്ച് അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഡിവൈഎഫ്ഐ തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. ഞങ്ങൾ മാത്രമേ ചെയ്യാവൂ, അതിനപ്പുറത്തേക്ക് വേറെ ആരും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ധാർഷ്ട്യം പലപ്പോഴും ഈ സംഘടനകൾക്കും ഇതിനു മുന്നേ ഉണ്ടായിരുന്ന പാർട്ടിക്കും ഉണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്, സർക്കാരിനും ഉണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ പലരും ഉന്നയിക്കുന്ന ഇതേ വിഷയം തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഇത്തരത്തിൽ CH മുഹമ്മദ് കോയയുടെ പേരിൽ ഹോസ്പിറ്റലിൽ ആഹാരം കൊടുക്കുന്നുണ്ട്, അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ചെയ്യുന്നതെല്ലാം നല്ലതാണ്, പക്ഷെ ഒരു കൊടിയുടെ പേരിൽ അത് ആശുപത്രിയിലേക്ക് വരുമ്പോൾ അത് മറ്റുള്ള ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാകും. ചിലപ്പോൾ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം പേർന്നവരുണ്ടാവാം, അല്ലെങ്കിൽ BJP രാഷ്ട്രീയം, അല്ലെങ്കിൽ CPM രാഷ്ട്രീയം, ഇങ്ങനെ എല്ലാ രാഷ്ട്രീയം പേർന്ന ആളുകളുണ്ടാകും. ഇത് സർക്കാരിൻ്റെ പേരിലാകുമ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടെ ധൈര്യത്തിൽ അത് വാങ്ങിക്കാനും അവർക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇടപെടാനും കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് മാത്രമല്ല, എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു വണ്ടി പൊതിച്ചോറെത്തി. ആ ഒരു വാഹനത്തിൻ്റെ മുന്നിലുള്ള ഒരു ബാനർ എന്താണെന്ന് വെച്ചാൽ, കരുണാകരനെ കൊണ്ട് കഴിഞ്ഞില്ല പിന്നെയാണോ മുരളീധര എന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള, എന്നിട്ട് അതിൻ്റെ താഴെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം എന്നുള്ള ബാനറുമായിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആ വാഹനം എത്തിയത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഒരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഈ ഒരു സേവനത്തിന് ഒരു
മറ പറ്റിയുണ്ട് എന്നുള്ളത്. വ്യക്തമായിട്ടുള്ള സേവനം ഉണ്ടെങ്കിൽ എന്തിനാണ് ഇതുപോലെ വെല്ലുവിളിച്ചുള്ള ഒരു ക്യാമ്പയിൻ? എന്താണ് ഒരു പൊതുജനങ്ങളുടെ ചോദ്യം തന്നെ. ഒരു യുവജന സംഘടന നിലനിൽക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കണമെങ്കിൽ സന്നദ്ധ സേവനങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ഉണ്ടായിരിക്കണം. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് പൊതിച്ചോറ് വിതരണം എന്ന് പറയുന്നത് എല്ലാവർക്കും മാതൃകയായിട്ടുള്ള രീതിയിലാണ് അവർ നടത്തുന്നത്. പക്ഷെ അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലിന് മാത്രമായിട്ട് ബാക്കി എല്ലാ തെറ്റ് ചെയ്യാനും ആ തെറ്റിന് മറയായിട്ടും അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ആശുപത്രിയിൽ മരുന്നില്ല എന്ന് പറയുമ്പോൾ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്ന രീതിയിലേക്ക് ഇതിനെ വളച്ചൊടിക്കുമ്പോഴാണ്, ഇതിനെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ്, ഇതിനെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചഴയ്ക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ ഒരു കൈ ചെയ്യുന്നത് മറ്റു കൈ അറിയരുത് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പക്ഷേ അത് നിങ്ങൾക്ക് ഇപ്പോൾ നമുക്കറിയാം ആശുപത്രിയിൽ മാത്രമല്ല നിങ്ങൾക്ക് ആ മൈലേജ് കിട്ടാൻ പോകുന്നത്, നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്കാണ്. അപ്പോൾ ഡിവൈഎഫ്ഐ സംബന്ധിച്ച് അവർ പൊതിച്ചോറ് ശേഖരിക്കുന്നത് ഇത്തരത്തിലുള്ള രീതിയിലാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് വേറൊരു തരത്തിലാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ തുടരുക. ആശുപത്രിയിൽ ഒരു മന്ത്രി കൃത്യമായിട്ടൊരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുമ്പോൾ അതിനനുസരിച്ച് മാറാനുള്ള, കാലഘട്ടത്തിനനുസരിച്ച് മാറാനുള്ള ഒരു ഔചിത്യം കൂടെ നമ്മൾ കാണിക്കേണ്ടതുണ്ട്.